സുപ്രഭാതവന്ദനം. എല്ലാ നന്മകളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ധന്യമായ വേദ സന്ദേശങ്ങളുടെ ചില ഭാഗങ്ങളിലേക്കുള്ള യാത്ര. മനുഷ്യൻ പ്രകൃതിയുടെ ഉൽപ്പന്നമാണ്. പ്രകൃതിയുടെ എല്ലാ താളങ്ങളും താളപ്പിഴകളും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. നല്ല കാറ്റ് നമ്മൾ ആനന്ദിക്കുന്നു, സമുദ്രതീരം നമ്മൾ ആനന്ദിക്കുന്നുണ്ട്, വനയാത്ര, കൈലാസയാത്ര, അമർനാഥ് യാത്ര, കേദാർനാഥ് യാത്ര, അതുപോലെ തന്നെ പല പല മലകളും കുന്നുകളും ആനന്ദത്തിന്റെ കേന്ദ്രമാണ്. നല്ല തണുപ്പ് ആസ്വദിക്കുന്നുണ്ട്. മണലാരണ്യങ്ങളില് വാഹനങ്ങൾ ഓടിച്ച് ആസ്വദിക്കുന്നവരുണ്ട്. ധാരാളം മനുഷ്യര് പുഴകളെയും നദികളെയും തോടുകളെയും കുളങ്ങളെയും വൃക്ഷങ്ങളെയും വൃക്ഷക്കൂട്ടങ്ങളെയും വന്യമൃഗങ്ങളെയും സാധാരണ മൃഗങ്ങളെയും എല്ലാം സാന്നിധ്യവും സാമീപ്യവും എല്ലാം കൊണ്ട് ആഹ്ലാദിക്കുന്നുണ്ട്. അതായത് മനുഷ്യൻ ആഹ്ലാദിക്കുന്നത് തിന്നുന്നതിലും കുടിക്കുന്നതിലും മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുകളുമുള്ള പലതിലും. പൂന്തോട്ടത്തിലിരുന്ന് ചിത്രശലഭങ്ങളെ കണ്ട്, പക്ഷികളെ കണ്ട്, പക്ഷികളുടെ ശബ്ദം കേട്ട് നമ്മൾ ആഹ്ലാദിക്കുന്നു, ആനന്ദിക്കുന്നു. അത് ജീവിതത്തിന്റെ വളരെ വളരെ ഉജ്ജ്വലമായ പോസിറ്റീവ് വീക്ഷണമാക്കി മാറ്റുന്നു. നമ്മുടെ വേദങ്ങള് അതിനും പ്രാധാന്യം വളരെയേറെ കൊടുത്തിരുന്നു. സൂര്യപ്രകാശത്തിനും കാറ്റിനും സസ്യലതാദികൾക്കും വൃക്ഷങ്ങൾക്കും കുന്നുകൾക്കും എല്ലാത്തിനും നമ്മൾ വളരെയേറെ പ്രാധാന്യം കൊടുത്തിരുന്നു. ആ പ്രാധാന്യം വെറും സുഖത്തിന് വേണ്ടി മാത്രമുള്ളതല്ല, ശാരീരിക സുഖത്തിന് വേണ്ടി മാത്രമല്ല, മനസ്സിന്റെ ആനന്ദത്തിനും കൂടിയുള്ളതാണ്. പലപ്പോഴും നമ്മൾ നല്ല കവിതകള് പാട്ടുകള് കേട്ട് ആനന്ദിക്കാറുണ്ട്, ദൃശ്യങ്ങൾ കണ്ട് ആനന്ദിക്കാറുണ്ട്, സുഗന്ധം വാസനിച്ച് ആനന്ദിക്കാറുണ്ട്, നല്ല സ്വാദുള്ള പലതും കഴിച്ച് ആനന്ദിക്കാറുണ്ട്, നല്ല കിടക്കയിൽ കിടന്ന് നല്ല കാറ്റിന്റെ ആസ്വാദ്യതയിലൂടെ നമ്മൾ ആനന്ദിക്കാറുണ്ട്. ആ ആനന്ദം പ്രകൃതിയുമായിട്ട് നമുക്ക് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടുമുള്ള ബന്ധം കിട്ടുമ്പോഴാണ്. നമ്മളുടെ പൂർവികർ ഏറ്റവും അധികം ആനന്ദിച്ചത് ഈ പ്രഭാത ദേവതയെ കണ്ടിട്ടാണ്. പ്രഭാത ദേവത, ശരിക്ക് ആ പ്രഭാതത്തെ ഒന്ന് വരവേൽക്കാൻ സാധിച്ചാൽ എനിക്ക് സന്തോഷവും സുഖവും മറ്റെല്ലാ പോസിറ്റീവ് ക്വാളിറ്റികളും ക്വാളിഫിക്കേഷനുകളും തരുന്ന, എല്ലാ ദിവസവും സുപ്രഭാതത്തിൽ വരുന്ന ആ സുപ്രഭാതം എനിക്ക് ആനന്ദവും സന്തോഷവും എൻ്റെ കൂടെയുള്ളവർക്ക് അതേപോലെ സന്തോഷവും എല്ലാം തരുമെങ്കിൽ അതിനെ ദേവതയായിട്ട് കാണുക നമ്മുടെ ഭാഗമാണ്. എനിക്ക് സന്തോഷവും സമൃദ്ധിയും തരുന്നതെല്ലാം എനിക്ക് ദേവതമാരാണ്, എനിക്കത് ദൈവതുല്യമാണ്. അതായിരുന്നു ഭാരതത്തിന്റെ വീക്ഷണം. എന്തെല്ലാം നമുക്ക് ലഭിച്ചില്ലെങ്കിലും ഈ പ്രഭാതം എന്ന് പറയുന്നത്, പ്രഭാത ദേവതയുടെ വരവ്, സുപ്രഭാതം, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള പ്രയാണം, അത് എല്ലാവർക്കും ഉള്ളതാണ്. സ്ത്രീക്കും പുരുഷനും ഉള്ളതാണ്, വൃദ്ധനും കുട്ടിക്കുമുള്ളതാണ്, അത് പണ്ഡിതനും പാമരനും ഉള്ളതാണ്, അത് പരമദാരിദ്ര്യത്തിൽ കഴിയുന്നവനും പരമസമ്പുഷ്ടിയിൽ കഴിയുന്നവനും എല്ലാവർക്കും ഉള്ളതാണ് സുപ്രഭാതം. അതാണ് യഥാർത്ഥത്തില് ഏറ്റവും ധന്യമാകുന്ന ദേവതാ സങ്കല്പം.
മനുഷ്യന് ഭാരതത്തിലെ ദേവതാസങ്കല്പം, ദേവസങ്കല്പം എന്ന് പറയുന്നത് വീറും വാശിയും പകയും തീർക്കുന്ന അധികാരത്തിന്റെ ശബ്ദമല്ല, ശാന്തി തരുന്നതാണ്. ആധ്യാത്മിക ശാന്തി, നമ്മുടെ ശരീരത്തിലെ ശാന്തി, ആദിഭൗതിക ശാന്തി, നമ്മുടെ ചുറ്റുപാടുമുള്ള ശാന്തി, അതിദേവതാ ശാന്തി, പ്രകൃതി, നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന പ്രകൃതിയിലുള്ള ശാന്തി. ഇതെവിടെ നമുക്ക് ലഭിക്കുന്നുവോ അതാണ് ഈശ്വരീയമായ ഗുണം. ഭാരതത്തിലെ ഈശ്വരസങ്കല്പം മറ്റ് മതങ്ങളിലെ ഈശ്വരസങ്കല്പത്തിൽ നിന്ന് ഇപ്രകാരം ബന്ധപ്പെട്ടിരിക്കുന്നു. എല്ലാം നമുക്ക് പ്രകൃതി തരുന്നു എന്നുള്ളത് പോലെ തന്നെ പ്രകൃതിയിൽ എല്ലാം ഉണ്ട്, ആവശ്യത്തിന് എടുക്കാം എന്നുള്ളൊരു സങ്കല്പം കൂടിയുണ്ട്. പ്രകൃതിയിൽ എല്ലാം ഉണ്ട്, നമുക്ക് കഴിക്കാനുള്ള സർവ്വഭക്ഷണങ്ങളുമുണ്ട്. ഇന്നലെ അത്യസാധാരണമായിട്ടുള്ളൊരു ഫോട്ടോ കണ്ടു, വീഡിയോ ആണ്. തെലങ്കാനയിലും ആന്ധ്രയിലും പരുത്തി കൃഷിയിലെ പരുത്തി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. പരുത്തി കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ഇത്രയുമുള്ള ഒരു ചെടിയില് നിറച്ചും പുഷ്പങ്ങൾ പോലെ, കുടമുല്ല പോലെ വളരെ വലിയ പരുത്തിയുടെ ഇത്. മനുഷ്യന് തുണിയുടുക്കാൻ, നൂലുണ്ടാക്കാൻ അതിനുവേണ്ടി പ്രകൃതി ഉണ്ടാക്കി കൊടുത്ത ഒരു സാധനം പരുത്തി. എത്ര ഭംഗിയായിട്ട് അത് കൃഷി ചെയ്യുന്നത്. സത്യത്തില് അതിന്റെ നടുക്ക് നിൽക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടായത്. ഇതെല്ലാം പ്രകൃതി നമുക്ക് തരുന്ന കാഴ്ചകളാണ്. ആസ്വദിക്കാൻ തലവിധിയുള്ളവർക്ക്, ആസ്വദിക്കണമെന്നുള്ളവർക്ക് അതെല്ലാം സന്തോഷിക്കാനുള്ള വകയാണ്. അതൊന്നുമല്ല നമുക്ക് വെട്ടിപ്പിടിക്കാനും കെട്ടിപ്പടുക്കാനും പറ്റിച്ചെടുക്കാനും തട്ടിപ്പറിക്കാനും വീരധീര ദേശാഭിമാനികളെ അവഹേളിക്കാനും കളിയാക്കാനും അവരെ മോശമായ രീതിയിൽ വാക്കുകളും പ്രതികരണങ്ങളുമൊക്കെ വെക്കാനൊക്കെയാണ് തലവിധിയെങ്കിൽ അങ്ങനെ ഒരു ജന്മമായി നമുക്ക് മാറാനും വിഷമമില്ല. ഏത് വേണമെങ്കിലും ആവാം. ഏതായാലും ആ പ്രഭാതം, ഉഷസ്, ആ പ്രഭാതത്തിന്റെ ഒരു കുറേ റിക്കുകളാണ് ഒന്നാമത്തെ മണ്ഡലത്തിലെ 48ാമത്തെ സൂക്തത്തിലെ 3ാമത്തെ റിക്ക് മുതൽക്കുള്ളത്. ഉവാസോഷ ഉച്ചാചനു ദേവീ ദേവീ ജീരാരധാനാം യേ അസ്യാ ആചരണേഷു ദദ്രിതേ സമുദ്രേന സ്രവസ്യവാഹ ഉഷോ യേ തേ പ്രായാമേഷു യുഞ്ജതേ മനോദാനായ സൂരയാഃ അത്രാഹ തത്കണ്വായേഷാം കണ്വതാമോ നാമ ഗൃണാതി നൃണാം ആഘായോഷേ വസൂനര്യുഷായാതി പ്രഭും ജാതി ജരയം ദീവൃജനം പദ്വദീയത ഉത്പാതയതി പക്ഷിണാ വിയാ സൃജതി സമാനം വ്യാ അർത്ഥിനഃ പദം ന വേത്യോദതി വയോ നകിഷ്ടേ പപ്തിവാംസ ആസാദേവ്യുഷ്ടൗ വാജിനീവതി ഏഷാ യുക്ത പരാവത സൂര്യസ്യോദയനാദതി ശതം ദേവി സുഭഘോഷ ഇയം വിയാത്യഭിമാനുഷാൻ വിശ്വമസ്യാനാമചക്ഷസേ ജഗദ്ജ്യോതിഷ്കൃണോതി സൂനരീ അപദ്വേഷോ മഘോനീതുഹിതാദിവൗഷ ഉച്ചദാപശ്രിതാഃ. വായിക്കുമ്പോ തന്നെ ഒരു ആനന്ദത്തിന്റെ ഒരു അനുഭൂതിയാണ്. ഏതായാലും ഉഷാദേവതയെ പ്രഭാതവേളയാണോ വേഗയുക്തമായിരിക്കുന്നത്, നല്ല കാര്യങ്ങളിൽ പ്രേരകമായിരിക്കുന്നത്, ആ നന്മ നിറഞ്ഞ ആത്മീയവും ഭൗതികവുമായ കാര്യങ്ങൾ ഞങ്ങൾ ആരംഭിക്കുന്നു. അനുഗ്രഹിച്ചാലും ദാനാദി ഗുണയുക്തയായി ഇരിക്കുന്നത്, ശോഭായുക്തയായിരിക്കുന്നത്, ദിവ്യയായി ഭാസിക്കുന്നത്, പ്രകാശിക്കുന്നത് ആ ഉഷാദേവതയെ ഞങ്ങളുടെ പ്രണാമം. ദാനാദിയുക്തനായി പ്രഭാതത്തിലാണ് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുക, പ്രകൃതിയിൽ നിന്നെല്ലാം എടുക്കാം. അപ്പൊ ആ പ്രകൃതി നമുക്ക് തരുന്നത് പ്രഭാതത്തിലാണ്. അപ്പൊ ദാനാദിയുക്തയായിരിക്കുന്നത്, ശോഭ തെളിഞ്ഞു നിൽക്കുന്നത്, ദിവ്യയായി ഭാസിക്കുന്നത് ആ ദേവത പ്രകാശ രഥങ്ങളുടെ എല്ലാം ഉടമയായി, പ്രകാശം ഇങ്ങനെ രഥത്തിൽ വരുന്നത് മാതിരി വരികയാണ്. അപ്പൊ സുപ്രഭാതത്തിനൊത്ത പ്രഭ പരത്തി ആനന്ദദായിനിയായി വസിക്കുന്നു.
ആ പ്രഭാത ദേവത നമുക്ക് ആനന്ദം, സന്തോഷം തരുന്നു. നല്ല മനസ്സുള്ളവർക്ക്. അല്ല, തിന്മ നിറഞ്ഞ മനസ്സുള്ളവനാണെങ്കിൽ അവൻ കിടന്നുറങ്ങുന്നതിന് പ്രഭാതം ഒരു ശല്യമായി തീരുന്നു. 10-11 മണി വരെ കിടന്നുറങ്ങുന്നവന് പ്രഭാതവും സൂര്യപ്രകാശവും ഒരു ഉപദ്രവമായി തീരുന്നു. അതിന്റെ ഓപ്പോസിറ്റ് ആകണം നല്ല മനസ്സുള്ളവർക്ക്. ആരാണോ സദ്ഗുണ സമ്പന്നയായ ഈ ശ്രേഷ്ഠ ദേവതയുടെ, പ്രഭാത ദേവതയുടെ ആരാധനാരൂപമായ ആചാരങ്ങളിൽ, നിത്യനൈമിത്തിക കർമ്മങ്ങളിൽ ജാഗരൂകരായിരിക്കുന്നത്, സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് നമ്മൾ കുളിച്ച് പ്രാർത്ഥിക്കുന്നു. അതേപോലെ തന്നെ ക്ഷേത്ര ദർശനങ്ങള്, അതുപോലെ നന്മ നിറഞ്ഞ കർമ്മങ്ങളിലെല്ലാം ആരാണോ മുഴുകിയിരിക്കുന്നത്, സമുദ്രത്തിൽ തോണിയിറക്കി വരികയും പോവുകയുമെല്ലാം ചെയ്യുന്നത്, ധനം ആഗ്രഹിക്കുന്ന കച്ചവടക്കാരനെ പോലെ, കച്ചവടത്തിൽ ആദായം സ്വന്തമാക്കി ആനന്ദിക്കുന്നവനെ പോലെ നെഞ്ചത്ത് ആനന്ദം ഉൾക്കൊണ്ടവരായി തീരുന്നത്, ആ കർമ്മം ആരംഭിക്കുന്നത് സുപ്രഭാതത്തിലാണ്. കച്ചവടം ആരംഭിക്കുന്നത്, ധനമാഗ്രഹിക്കുന്ന കച്ചവടക്കാരൻ കച്ചവടം ആരംഭിക്കുന്നത്, തോണി തുഴയുന്നവൻ സമുദ്രത്തിൽ തോണി ഇറക്കുന്നത്, അതുപോലെ നിത്യകർമ്മങ്ങളും നൈമിത്തിക കർമ്മങ്ങളും ചെയ്യുന്നത്, എല്ലാ കർമ്മങ്ങളുടെയും ആരംഭം സുപ്രഭാതത്തിലാണ്. ആ സുപ്രഭാതത്തില് ടൈം ആൻഡ് സ്പേസ്, സമയവും സ്ഥലവും നന്മ നിറഞ്ഞതാക്കി ഞങ്ങളെ അനുഗ്രഹിച്ചാലും. അല്ലയോ ഹേ ഉഷാദേവതേ, മന്ത്രം ഉരുവിട്ട് സ്തുതിക്കുന്നവരായ വിദ്വാൻമാർ ഭവതിയുടെ ഉപദേശം സ്വീകരിച്ച് വരവിൽ പ്രചോദനം ഉൾക്കൊണ്ട്, പ്രഭാതത്തിന്റെ വരവില്, പ്രഭാത ദേവിയുടെ വരവില് പ്രചോദനം ഉൾക്കൊണ്ട് പ്രഭാതത്തിന്റെ കാലങ്ങളിൽ, പ്രഭാതകാലങ്ങളിൽ, പ്രഭാതം വരുന്ന സമയത്ത് ദാനത്തിനു വേണ്ടി, ദാനദക്ഷിണാദികൾക്ക് വേണ്ടി യമനിയമാദികൾ കൊണ്ട് പരിപക്വമായ മനസ്സിനെ വിനിയോഗിക്കുന്നു. വളരെയധികം സാമൂഹ്യത്തിൽ അച്ചടക്കം നിലനിർത്തി ശൗചം, സന്തോഷം, സ്തപഃ, സ്വാധ്യായം, ഈശ്വര പ്രണിധാനവും, അഹിംസ, സത്യമസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹവും യമനിയമങ്ങൾ ജീവിതത്തിൽ പാലിച്ച് ആ ഉഷസ്സിന്റെ, പ്രഭാതത്തിന്റെ വരവോടുകൂടി ധന്യമായ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നു. ജ്ഞാനം ദാനം ചെയ്തവരും, അറിവ് കൊടുക്കുന്നവരും, അധ്യാപകരും, അത് സ്വീകരിക്കുന്ന വിദ്യാർത്ഥികളും, ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങിക്കുന്നവരും, ആ ദക്ഷിണ സ്വീകരിക്കുന്നവരും അത്യന്തം നന്മയുടെ മേധാവികളായി തീരുന്നു. വിജ്ഞാനികള്, ജീവൻ മുക്തരായ ഈ മനുഷ്യ ശ്രേഷ്ഠരുടെ പേര് ചൊല്ലി പ്രശംസിക്കുന്നു. ആ കർമ്മത്തില് ദാനം കൊടുക്കുന്നവരും, ദക്ഷിണ കൊടുക്കുന്നവരും, ദാനം സ്വീകരിക്കുന്നവരും, ദക്ഷിണ സ്വീകരിക്കുന്നവരും പരസ്പരം പേര് ചൊല്ലി അഭിനന്ദിക്കുന്നു, അനുഗ്രഹിക്കുന്നു. കുലസ്ത്രീയായ പ്രഭാത ദേവതയെ മന്ത്രജ്ഞന്മാരും യാഗജ്ഞരുമുള്ള മക്കളുള്ളവൾ, മന്ത്രജ്ഞന്മാരായ മക്കളുള്ളവൾ, യാഗജ്ഞരായ മക്കളുള്ളവൾ എന്നോണമുള്ള ഗൃഹകാര്യങ്ങൾ വെടിപ്പായി നടത്തുന്നവളായ സുപ്രഭാത ദേവതേ, ഉഷാദേവതേ, പുലർകാലമേ, പ്രതിദിനം വരുന്ന അതിഥിയെ, തന്റെ പ്രഭാപൂരം കൊണ്ട് ഉലകം മുഴുവനും പാലിക്കുന്ന പ്രഭാത ദേവതയെ ഞങ്ങളുടെ പ്രണാമം. വീട്ടുകാര്യം വെടിപ്പാക്കുന്നത് പോലെ ഞങ്ങളെല്ലാവരെയും നീ അനുഗ്രഹിക്കുന്നു. ഗമനശീലമുള്ളവരെ, പ്രാണി സമൂഹത്തെ വയസ്സാക്കി ജരാനരകൾ വരുത്തുന്ന, ജീർണിപ്പിക്കുന്ന ആ പ്രഭാതം കുലാങ്കന മന്ദമന്ദം ചുവടുവെച്ചു വരുന്നു. എല്ലാവരുടെയും പ്രായം, ആ ബാല്യകാലം, അത് കഴിഞ്ഞ് കൗമാരം, ബാല്യം, യൗവനം, അങ്ങനെ ഓരോ പ്രഭാതം കഴിഞ്ഞു പോകുമ്പോഴും നമ്മളുടെ ജീവിതം വാർദ്ധക്യത്തിലേക്ക് പോവുകയാണ്. പ്രഭാതം എന്ന സുന്ദരി അടിവെച്ച് കാലത്തെ അളന്ന് മുമ്പോട്ട് പോകുമ്പോൾ വളരെ ചെറിയ കുട്ടികള് വാർദ്ധക്യത്തിലേക്ക് പോകുന്നു. ആ പ്രഭാതം, ആ കുലാങ്കന മന്ദമന്ദം ചുവട് വെച്ചു വരുന്നു, ക്രമമായി ഉദിച്ചുയരുന്നു. പക്ഷി പ്രഭൃതികളായ പ്രാണി സമൂഹത്തെ ഉണർത്തുന്നു. പക്ഷി പ്രഭൃതികളായ പ്രാണി സമൂഹത്തെ ഉണർത്തുന്നു, കർമ്മനിരതരാക്കുന്നു. അവൾ പൂജിക്കപ്പെടേണ്ടവൾ തന്നെയാണ്. പ്രഭാത ദേവത പൂജിക്കപ്പെടേണ്ടവൾ തന്നെയാണ്. അടുത്തത്, ഏതൊരു ഉഷാദേവത കുലീനയായ ഗൃഹനായിക എല്ലാവരുടെയും വീടുകളിലേക്ക് സുപ്രഭാതത്തിലെത്തുന്ന സുപ്രഭാത ദേവി, പ്രഭാദേവി, വെല്ലുവിളികളെ നേരിടാൻ കെൽപ്പുള്ള, ഏത്
ചാലഞ്ചുകളെയും നേരിടാൻ കെൽപ്പുള്ള യോഗ്യമായ നിലയിൽ പ്രവർത്തിയെടുക്കാൻ കഴിവുള്ള പുരുഷനെ, വെല്ലുവിളികളെ നേരിടാൻ കഴിവുള്ള പുരുഷനെ കർത്തവ്യനിരതനാക്കുന്നതിൽ അല്ലയോ പ്രഭാത ദേവതയെ നീ പ്രേരകയായി തീരുന്നു. അയാൾ ദാനാദികൾക്ക് യോഗ്യരായവരെ തന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. നല്ല നല്ല ആരോഗ്യമുള്ള പുരുഷര് ദാനാദികൾക്ക് യോഗ്യരായവരെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. ആ വ്യക്തിയെ കർമ്മനിരതനാകാനായി പറഞ്ഞയക്കുന്നു. ആർദ്രഭാവമുള്ളതായ നന്മ നിറഞ്ഞ ഉഷാദേവതയെ, വീട്ടമ്മയെ പോലെ കർമ്മം ചെയ്യുന്ന ഉഷാദേവതയെ, കമനീയമായ സ്ഥാനമാനങ്ങൾ പ്രതീക്ഷിക്കാതെ എല്ലാ വീടുകളിലേക്കും എത്തുന്ന പ്രഭാത ദേവതയെ, സ്ഥാനമാനങ്ങൾ പിടിച്ചുപറ്റാൻ നീ യത്നിക്കുന്നില്ല. ഓരോ പ്രഭാതവും ഉദിച്ചുണരുന്നു. സ്ഥാനമാനങ്ങൾ പ്രതീക്ഷിച്ച് ചിരകാലം നിൽക്കാതെ എല്ലാവർക്കും പ്രഭാതത്തിന്റെ തലോടൽ നൽകിക്കൊണ്ട് നീ യാത്രയാകുന്നു. കർമ്മനിരതന്മാരുടെ കർമ്മത്തിന് നിമിത്തമായ ഉഷാദേവതയെ, കുടുംബാംഗങ്ങൾക്കുള്ള അന്നപാനാദികളോടുകൂടിയവളെ, നിന്റെ വിശേഷ കാന്തിയില്, സൗന്ദര്യത്തില്, നിന്റെ നോട്ടം കൊണ്ട് തന്നെയുള്ള ആജ്ഞാശക്തിയില് പ്രഭാത ദേവത വരുമ്പോ തന്നെ നമ്മൾ ഉണരുന്നു, നമ്മളുടെ പ്രഭാതകൃത്യങ്ങൾ ചെയ്യുന്നു. പ്രഭാത ദേവത ആരോടും ഇത് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ആ വരവ് കൊണ്ട് തന്നെയുള്ള ആജ്ഞാശക്തിയിലാണ് നമ്മൾ ഈ പ്രഭാതകൃത്യങ്ങളെല്ലാം ചെയ്യുന്നത്. പറക്കുന്ന ശീലമുള്ള പക്ഷികള്, വിഹരിച്ചു നടക്കുന്ന യുവാക്കള് ചേക്കേറിയിരിക്കുന്നില്ല, അലസന്മാരായി കഴിഞ്ഞുകൂടുന്നില്ല. കേരളത്തിലെ നോക്കുകൂലിയും ഇറക്കുകൂലിയും കയറ്റുകൂലിയും നോക്കുന്നവരെ കുറിച്ചിട്ടല്ല വേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. യുവാക്കള് ചേക്കേറിയിരിക്കുന്നില്ല, അലസന്മാരായി കഴിഞ്ഞുകൂടുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് കേരളത്തിന് പുറത്തുള്ള യുവാക്കളുടെ കാര്യമാണ് എന്നുള്ളത് മറക്കരുത്. അടുത്തത്, ഉദിച്ചുയരുന്ന ഉഷാദേവതയെ, വർദ്ധിച്ച ഐശ്വര്യമുള്ള വീട്ടമ്മേ, ഗൃഹനായികയെ, സൂര്യമണ്ഡലത്തിൽ നിന്നുള്ള ഉദയത്തിലൂടെ, ഉന്നത കുലത്തിൽ നിന്നുള്ള പിറവിയിലൂടെ അഭിമുഖമായി എല്ലാത്തിനോടും ബന്ധപ്പെടുന്നു. സകല നല്ല കാര്യങ്ങളിലും നീ അനുഗ്രഹാശിസ്സുകൾ ചൊരിയുന്നു. പ്രസരം കൊണ്ട്, അംഗലാവണ്യം കൊണ്ടും മനോഹരിയായ അതാ പ്രഭാത ഉഷാദേവതയെ, കുലാംഗനെ, തന്റെ പ്രകാശമാകുന്ന രഥത്തിലൂടെ, യാന്ത്രിക വാഹനങ്ങളിലൂടെ സഞ്ചരിച്ച് സമസ്ത മാനവരെയും അടുത്ത് ചെന്ന്, ബൃഹത്തായ തന്റെ കുടുംബത്തിലെ എല്ലാവരുടെയും അടുത്ത് ചെന്ന് അവരവരുടെ കർമ്മത്തിൽ വ്യാപൃതരാകുവാൻ സഹായകമാകും വണ്ണം അനുഗ്രഹാശിസ്സുകൾ ചൊരിയാനായി പ്രഭാത ദേവത സുപ്രഭാതത്തിൽ വന്നു ചേരുന്നു. അഭിമത ഫലപ്രാപ്തിക്കുള്ള കർമ്മങ്ങളിൽ വ്യാപൃതയായിരിക്കുന്നവള്, വിശ്വമസ്യാനാമചക്ഷസേ ജഗജ്യോതിഷ്കൃണോതി സൂനരീ അപദ്വേഷോ മഘോനീദുഹിതാബ്ദിവ ഉഷാ ഉച്ചദാപശ്രിതാഃ. അഭിമത ബലപ്രാപ്തിക്കുള്ള കർമ്മങ്ങളിൽ വ്യാപൃതരായിരിക്കുന്നവൾ എന്നതുകൊണ്ട് തന്നെ ഇവൾ പ്രഭാത ദേവത ഉത്തേജകരമായ ജ്യോതിസ്, ഉത്തേജകമായ പ്രകാശം, ഉത്തേജകമായ പ്രചോദനം ചൊരിയുന്നു. അതുകൊണ്ട് സമസ്ത പ്രപഞ്ചവും ചേതനാ സമൂഹം മൊത്തമായും ഈ പ്രഭാപൂരമായ ഉഷസ്സിന്റെ പ്രകാശത്തിനായി ആ പ്രഭയ്ക്കു മുന്നിൽ പ്രണമിക്കുന്നു. സുപ്രഭാതത്തെ പ്രണമിക്കുന്നു, ആ പ്രകാശത്തിനു മുമ്പിൽ പ്രണമിക്കുന്നു. ധാന്യധനാദി കൊണ്ട് ഐശ്വര്യയുക്തമായ പകലിന്റെ പുത്രിയായ ആദ്യ പ്രകാശം, ചെങ്കതിരൊളികൾ ദിവദുഹിത ഉഷ. പകലിന്റെ പുത്രിയായ ആദ്യ പ്രകാശം, ചെങ്കതിരൊളികൾ, അല്ലലുണ്ടാക്കുന്ന ശത്രുക്കളെ, ഇരുട്ടിനെ മറയാക്കി ഉപദ്രവിക്കുന്നവരെ,
ഉന്മൂലനാശം ചെയ്യുന്നു. ദ്വേഷ അപ ഉച്ചത്. അപ്രകാരം നിങ്ങളും ഹിംസകന്മാരെ, ശത്രുക്കളെ, മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നവരെ ഉന്മൂലനാശം വരുത്തുവിൻ. നന്മയുടെ ധർമ്മത്തിന്റെ കർമ്മം ചെയ്യുവിൻ. ഒരു റിക്ക് കൂടി. പകലോന്റെ മകൾ എന്നോണമുള്ള, പകലിന്റെ മകൾ എന്നോണമുള്ള പ്രഭാദേവതയെ, എപ്രകാരമാണോ പകലിൻ ആദിമരൂപമായ ഉഷാദേവതയായി അവിടുത്തെ, പകലിന്റെ ആദിമരൂപം, പകലിന്റെ ആരംഭരൂപം, പകലിന്റെ ആദിമരൂപം എന്തൊരു നല്ല വാക്കാല് ഉപയോഗിച്ചിരിക്കുന്നത്. സൂര്യപ്രഭ കൊണ്ട്, ചന്ദ്രപ്രഭ കൊണ്ടും ആഹ്ലാദകമായ പ്രകാശപൊലിമയാൽ, പ്രകാശത്തിന്റെ ചൈതന്യത്താൽ ധർമാർത്ഥ കാമമോക്ഷാർത്ഥികളായ നമുക്ക് പ്രഭൂതമായ നിലയിൽ നാനാതരത്തിലുള്ള ഐശ്വര്യം നാനാഭാഗത്തു നിന്നും സമ്പാദിച്ചു തന്നുകൊണ്ട് ദിവസവുമുള്ള യജ്ഞകർമ്മങ്ങളിൽ, ധർമ്മകർമ്മങ്ങളിൽ, യാഗകർമ്മങ്ങളിൽ, സ്വന്തം കർമ്മങ്ങളിൽ വിഘ്നങ്ങളെ ഇല്ലാതെയാക്കി വിരാജിക്കുന്നുവോ, അപ്രകാരം കുലസ്ത്രീയായ അവിടുന്നും സമസ്ത കാര്യങ്ങളിലും ഞങ്ങൾക്ക് സഹായകയായി ശോഭിച്ചാലും ഭവിച്ചാലും അനുഗ്രഹാശിസുകൾ ഞങ്ങൾക്ക് ചൊരിഞ്ഞാലും. നല്ല വരികളല്ലേ? ആ പ്രഭാതത്തെ കുറിച്ച് കാൽപ്പനികതയൊന്നുമില്ലാതെ, ഇവിടെ കാൽപ്പനികതയേ ഇല്ല, ശരിക്ക് പ്രഭാതത്തെ ദേവതയായി കണ്ട് നമ്മളെല്ലാവരും പ്രഭാതത്തില് ചൈതന്യം എങ്ങനെയാണോ സ്വീകരിക്കുന്നത്, പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നു, കുളിക്കുന്നു. എൻ്റെ വീട്ടിലെല്ലാവരും രാവിലെ എഴുന്നേറ്റിട്ട് 4-4:30 മണിക്ക് എഴുന്നേറ്റിട്ട് എല്ലാവരും പൂജാതി കർമ്മങ്ങളുണ്ട്. അപ്പൊ ആ പൂജയെല്ലാം കഴിഞ്ഞ് ഒരു പ്രത്യേക രീതിയാണ്. അപ്പോൾ സമയം എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണെങ്കിലും പ്രഭാതം എന്ന് പറയുന്നത് വേറെയാ, അതിനൊരു ചൈതന്യം വേറെയാ. ആ ഇരുട്ടിനെ മാറ്റി വിശ്രമം കഴിഞ്ഞ് നമ്മളിങ്ങനെ കിഴക്കോട്ട് നോക്കുമ്പോൾ കിട്ടുന്ന ആ ചൈതന്യം, കർമ്മനിരതനാവാനുള്ള ചൈതന്യം, നാളെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാൻ നമ്മൾ തുടങ്ങുന്നത് പ്രഭാതത്തിലാണ്. ആ പ്രഭാതത്തിൽ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ്, പൂജ കഴിഞ്ഞ്, പ്രാർത്ഥന കഴിഞ്ഞ്, സൂര്യ നമസ്കാരം കഴിഞ്ഞ് ഒരു കാപ്പിയൊക്കെ കുടിച്ച് അല്ലെങ്കിൽ ചായയൊക്കെ കുടിച്ച് നമ്മൾ നിൽക്കുമ്പോൾ ഒരു ദിവസം എന്ന ജന്മം ആരംഭിക്കുകയാണ്. ഒരു ദിവസത്തിലെ ജന്മം ആരംഭിക്കുകയാണ്. ലിവിങ് ഇൻ ദ പ്രസന്റ്, ലിവിങ് നൗ, ഇന്ന് ജീവിക്കുകയാണ്. ആ ജീവിതത്തിനുള്ള അനുഗ്രഹാശിസുകൾ പ്രഭാത ദേവത നമുക്ക് ചൊരിയട്ടെ. നന്മ പറയാനും, നന്മ പറയിപ്പിക്കാനും, നന്മ കേൾക്കാനും, കേൾപ്പിക്കാനും, നന്മകൾ കാണാനും, ചിന്തിക്കാനും, അതേ സമയത്ത് തിന്മകൾക്കെതിരെ അതിശക്തമായ രീതിയിൽ പ്രതികരിക്കാനും എല്ലാമുള്ള ചൈതന്യം നമുക്ക് ജഗതീശ്വരനും ഭാരതമാതാവും വേദമാതാവും വേദങ്ങൾ എഴുതിയ ഋഷിവര്യന്മാരും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, പ്രണാമം, പ്രണാമം.